Greet you all in the matchless name of our Lord and Savior Jesus Christ. This evening, it's a great privilege in our lives to come together in the presence of God to learn from the book of Revelation, especially by God's grace in the previous days and previous classes. We've been able to go through some of the important topics which gives us more understanding about the future status of our soul or the spirit after the death. So I know we are supposed to start with the eschatological topics, and even you all are eagerly waiting to hear about what is going to happen after the second coming of Jesus Christ. We cannot avoid the fundamental questions that sometimes we are getting from our dear ones, and I must address some of those in these days along with the study of Book of Revelation, and that is the what we are trying to do these days. So same time, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നരകത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മീൻ എന്തെങ്കിലും മീൻ നമുക്ക് ഒത്തിരി സമയങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുമാത്രം പറയാൻ നമുക്കൊക്കത്തില്ലല്ലോ. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ടുണ്ട്. But as we started to talk about that, we must make some clarification on those points. തീർച്ചയായിട്ടും നമ്മൾ ഹെവൻ അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സ്വർഗത്തെക്കുറിച്ചും കൂടി ചിന്തിക്കുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. സോ വി ബീൻ ഡിസ്കസിങ് അബൌട്ട് ദി life after death, and I told you that there are mainly two divisions of hell mentioned in the Bible, and the place of torment or the temporary hell, and the second one is the eternal hell, the permanent state of status of the hell. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചു വരുമ്പോൾ പഠിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചാപ്റ്റർ 1 തൊട്ടാണ് പഠിച്ചു വരുന്നത്, ബുക്ക് ഓഫ് റെവലേഷൻ. സോ സിസ്റ്റമാറ്റിക്കലി വി ആർ ലേണിംഗ് ഫ്രം ദി ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1, ആൻഡ് വി ആർ ഇൻ chapter we were discussing from chapter 4, and at the same time നമ്മൾ അതിൻ്റെ 4-ാം അധ്യായത്തിനും 5-ാം അധ്യായത്തിനും ഇടയിൽ ചില ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്ത് ചിന്തിക്കാൻ കൊണ്ട് ഇവിടെയായി തീർന്നത്. സോ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് തുടർന്നുള്ളതായിരിക്കുന്ന പഠനങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഇത് കഴിയുന്ന ഉടനെ തന്നെ ഇന്ന് തന്നെ നമുക്ക് ഹെവനെ കുറിച്ചുള്ളതായിരിക്കുന്ന പഠനങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. ആൻഡ് വി സോ ദർ ആർ 3 different compartments of temporary hell mentioned in the Bible, and we already studied about the 2 compartments of hell, and the categories of people who are destined to go there. So tonight we are going to start with the 3rd compartment of the temporary hell, and that is abyss. അപ്പം അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടും, ഒത്തിരി സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. So we must be very carefully listening to the word of God, which we are just continuing about the abyss or bottomless pit this evening time. So ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു വിടാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കി വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. സോ ദിസ് ഈസ് third compartment of the temporary hell that we can see in the Bible, especially in Jude chapter 1 verse 6. യൂദയുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കാം. യൂദയുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിനകത്ത് ഈ കാര്യത്തെക്കുറിച്ച് കാണുന്ന അബ്യസ് അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റ് എന്ന് പറയുന്നതായിരിക്കുന്ന അഗാധ കൂപം എന്ന് പറയുന്ന ഒരു വിഷയം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കാം. And the angels who did not keep their positions of authority but abandoned their own homes, these he has kept in darkness, bound with everlasting change for judgment on the great day. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. Okay, so it is written there, and the angels who did not keep their positions and authority but left their own abode, he has reserved in everlasting chains under darkness for the judgment of the great day. So there is no human spirits
in this abyss, but a group of fallen angels are there. ആരാണ്? ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ അഗാധ കൂപം എന്ന് പറയുന്ന ഈ ബോട്ടംലെസ് പിറ്റിനകത്ത് അല്ലെങ്കിൽ അബ്യസിനകത്ത് നമുക്കൊരു മനുഷ്യൻ്റെ ആത്മാക്കളെ കാണാനായിട്ട് സാധിക്കുന്നില്ല. റാദർ എന്താണ് കാണുന്നത്? ഗ്രൂപ്പ് ഓഫ് ഫോളൻ ഏഞ്ചൽസ് ആണ്. അതായത് എന്താണ്, വീണു പോയതായിരിക്കുന്ന ദൂതന്മാരുടെ ഒരു കൂട്ടത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് കെപ്റ്റ് അണ്ടർ ദി ഡാർക്ക്നെസ്, കെപ്റ്റ് അണ്ടർ ദി ഡാർക്ക്നെസ്. അതായത് ഇരുട്ടിനടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളൊരർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കീഴിൽ. ഓക്കെ, വിച്ച് സീംസ് ടു ബി ദ തേർഡ് കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ടെമ്പററി ഹെൽ. ഓക്കെ, അത് അത്രയും മനസ്സിലാക്കുക. ദെൻ ഇഫ് യു ഗോ ടു റെവലേഷൻ ചാപ്റ്റർ 9 വേഴ്സസ് 2 to 11, വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 11 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ, അതെല്ലാം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വി ബി റീഡിങ് മേ ബി ചാപ്റ്റർ 9 വേഴ്സസ് 5 and 6. Okay, 5 and 6. Yeah. Verse 5 and they were not given power to kill them, but only to torture them for 5 months. And the agony they suffered was like that of the sting of a scorpion when it strikes a man. During those days, men will seek death, but will not find it. They will long to die, but death will elude them. അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കുവാനത്രേ അവൻ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിക്കുവാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. Okay. In Jude chapter 1 verse 6, we saw that the group of the fallen angels, they are kept under the darkness in the abyss or the bottomless pit. But in Revelation chapter 9 verses 2 following, especially in verses 5 and 6, very clearly it is written that, the chained angels will be loosed from the abyss to torment the people in the middle of the 7 years of the tribulation. അതായത് എന്താണ്, ഈ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെയിൻ ചെയ്തിട്ടിരിക്കുന്നതായിരിക്കുന്ന, ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതായിരിക്കുന്ന ഈ ഏഞ്ചൽസ്, ഈ ഫോളൻ ഏഞ്ചൽസ് എന്ത് ചെയ്യും? ഈ 7 വർഷത്തെ ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ ഒരു മധ്യഭാഗമാകുമ്പോഴത്തേക്കും അന്നത്തെ ജനത്തെ പീഡിപ്പിക്കുവാനായിട്ട് ഈ അബ്യസിൽ നിന്നും പുറത്തേക്ക് വിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ടു കിൽ ബട്ട് ടു ടോർമെൻറ്റ്. അതാണ് നമ്മൾ വേഴ്സസ് 5 and 6 കാണുന്നത്. എന്താണ്? അവരെ കൊന്നുകളയാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ശക്തിയോടുകൂടി അല്ല അവർ വരുന്നത്, അതിനുവേണ്ടി അല്ല വിടുന്നത്. പ്രത്യുത അവർ വരുന്നത് അവരെ പീഡിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് അവരെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ബിക്കോസ് ഇൻ ദോസ് ഡേയ്സ് men will seek death and will not find it. They will long to die and death flees from them. മരിക്കാനായിട്ട് ആ സമയത്ത് ആളുകൾ ആഗ്രഹിക്കും, പക്ഷെ മരണം അവരെ വിട്ടു പോകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. They will be unable to die even if they desire to die. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് they will be unable to die even if they desire to die. ആഗ്രഹിച്ചാൽ പോലും മരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും അന്ന് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: the suicide will be prevented like the people will attempt suicide due to the extreme mental and spiritual torment but will not be successful. അവർക്ക് സൂയിസൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അന്ന് കഴിയില്ല, കാരണം മരണം അന്നത്തേക്ക് നീങ്ങിപ്പോകുമെന്നുള്ളതായിരിക്കുന്ന അർത്ഥമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സോ ദീസ് ആർ ദി അസംഷൻസ് ബേസ്ഡ് ഓൺ some of the verses of Bible that there will be 3 compartments of the temporary hell. Now I will give you some information about the eternal hell as well. So in the next slide you are going to see that the eternal hell. ഇപ്പോൾ രണ്ടാമത്തെ നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 10 അത് കൊടുത്തിരിക്കുന്നത് ഇറ്റേണൽ ഹെല്ലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിത്യനരകം എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയത്തെക്കുറിച്ചാണ് റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 10 വായിക്കാം. And the devil who deceived them was thrown into the lake of burning sulfur, where the beast and the false prophet had been thrown. They will be tormented day and night forever and ever. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക പൊയ്യിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഓക്കെ, സോ ദ ഇറ്റേണൽ ഹെൽ ഉണ്ട്, നിത്യനരകമുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഇറ്റേണൽ ഡെത്ത്. നിത്യമരണമെന്നും അതിന് പറയാൻ പറ്റും. ദ ലേക്ക് ഓഫ് ഫയർ എന്ന് പറയാൻ പറ്റും.
Okay, the lake of fire and brimstone, അതായത് ഗന്ധക തീപ്പൊയ്ക എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പോൾ സോ ദി ഇറ്റേണൽ ഹെൽ ഓൾസോ ഇസ് നോൺ ആസ് ഇറ്റേണൽ ഡെത്ത്, ദ ലേക്ക് ഓഫ് ഫയർ ആൻഡ് ബ്രിംസ്റ്റോൺ, എവർലാസ്റ്റിംഗ് പണിഷ്മെൻറ്റ്, എന്നേക്കും നിത്യ ദണ്ഡനം എന്ന് പറയാം അതിനു വേണ്ടി. എവർലാസ്റ്റിംഗ് പണിഷ്മെൻ്റ് ആയിരിക്കും അവിടെ അവർക്ക് കിട്ടാൻ പോകുന്നത്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ആഫ്റ്റർ ദ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഓർ ആഫ്റ്റർ ദ റിവാർഡിംഗ് ഓഫ് ദ സെയിൻസ് ഓഫ് ഗാഡ്, the sinners or wicked people or the unredeemed people will go to the eternal hell, and the saints of God, we people, will go to the eternal heaven. Eternal hell and eternal heaven. So we are supposed to go to the eternal hell. നിത്യമായിരിക്കുന്ന സ്വർഗത്തിലേക്ക്, ഒരു സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവമക്കൾ പോകുമെന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. So about these things we will discuss maybe when we study from the next chapters of the book of Revelation after completing this portion. But we have to read some of the verses to know about the place where the spirit of the repentant people or repentant believers or the redeemed people goes after the death. So we are going to see from Job chapter 14 verses 10 and 14. Two verses we are going to read. Job chapter 14 verses 10 and 14. യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 10ഉം 14 വാക്യങ്ങൾ മാത്രം നമുക്കത് വായിക്കാം. We can see two questions of Job there. Yeah. But man dies and is laid low. He breathes his last and is no more. 14. If a man dies, will he live again? All the days of my hard service, I will wait for my renewal to come. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? മനുഷ്യർ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എന്റെ യുദ്ധകാലത്തൊക്കെയും കാത്തിരിക്കാമായിരുന്നു. So here you can see two questions of Job. First question is, when a person passes away or die, where is he going? ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ എവിടെ പോകുന്നു എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. And the second question is, if a man die, shall he live again? ഒരു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? വളരെ അർത്ഥവത്തായിട്ടുള്ളതായിരിക്കുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. We know the physical body of both believers and unbelievers will merge, or you can say as mingle to the earth after burial. Okay, and that is a common fact, and Bible also support that belief. Okay, and we know that there are different teachings and views among the religious leaders and people and philosophers and scientists about what happens after death. Think about atheist. അതായത് ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായിരിക്കുന്ന ആളുകളും പല വിധത്തിലാണ് പഠിപ്പിക്കുന്നതും ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും. ഒന്നാമതായിട്ട് നിരീശ്വരവാദികളാണെങ്കിൽ വാട്ട് ദേ ബിലീവ്, ഡെത്ത് ഈസ് ദി എൻഡ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ മരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണെന്നാണ് മരണത്തെക്കുറിച്ച് ഏത്തിസ്റ്റ് വിശ്വസിക്കുന്നത്. ദേ ബിലീവ് ബോഡി വിൽ ബി മേർജ്ഡ് വിത്ത് ദി എർത്ത് ആൻഡ് ദ സ്പിരിറ്റ് ഓർ ദ ലൈഫ് ഓർ ദ ബ്രെത്ത് വിൽ ബി സീസ്ഡ് വെൻ ദ ബ്രെയിൻ ഡൈസ്. അതായത് നമ്മുടെ ബുദ്ധി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ബ്രെയിൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, തലച്ചോറിൻ്റെ പ്രവർത്തനം നിന്ന് കഴിയുമ്പോൾ അതാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നതും. അത് നിൽക്കുന്നതോടുകൂടെ നമ്മുടെ ജീവിതം തീർന്നു, ലൈഫ് എന്ന് പറയുന്ന സംഭവമേ തീർന്നെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്, ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് ഡെത്ത് ഈസ് ദ കംപ്ലീറ്റ് എൻഡ് ഓഫ് ദി ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്. സോ ദ പേഴ്സണാലിറ്റി ഓർ ദ സ്പിരിറ്റ് ആർ ദ കൈൻഡ് ഓഫ് എ ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് എ ബ്രെയിൻ that sees when the brain dies. അതായത് ഒരു വ്യക്തിയുടെ തലച്ചോറ് മരിച്ചു കഴിയുമ്പോൾ, തലച്ചോറ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്നേക്കുമായിട്ടുള്ള ബയോളജിക്കലായിരിക്കുന്ന ആ ഫങ്ഷനിങ് നിന്നു പോകുന്നു, അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി നഷ്ടപ്പെടുന്നു, ആ സ്പിരിറ്റ് അതോടുകൂടെ തീർന്നു എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. they don't believe in life after death, they don't believe in heaven, they don't believe in hell, they don't believe in God or Satan, etc. Okay. At the same time, some of the religious people believe there is a rebirth or reincarnation. അതായത്
ചില എന്താണ് മതത്തിലുള്ളതായിരിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത്, ചില റിലീജിയൻസ് വിശ്വസിക്കുന്നത് ഇനി ഒരു റീബർത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പുനർജന്മം എന്ന് മലയാളത്തിൽ പറയും, റീ ഇൻകാർണേഷൻ ഉണ്ട്. അതായത് ഒന്നുകൂടെ ജനിക്കുന്ന, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒരു ജീവനും കൂടെ ഉണ്ട്, റീബർത്ത് കൂടെ ഉണ്ടെന്ന് പല ആൾക്കാരും വിശ്വസിക്കുന്നു. ഓക്കെ, ലൈക്ക് ആഫ്റ്റർ ദ ഡെത്ത് they will be reincarnated as a good animal if he or she did good works in this human life. അതായത് ഈ ലോകത്തിൽ നല്ല നല്ല പ്രവൃത്തികളാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ മരിച്ചതിന് ശേഷം വീണ്ടും ജീവിച്ചു വരുമ്പോൾ എന്താണ്, ഒരു നല്ല അനിമലായിട്ട്, നല്ലൊരു മൃഗമായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അറ്റ് ദ സെയിം ടൈം if he or she did bad things in human life, he will be reincarnated as a wild animal or a bad animal, or you can say as an ugly animal. വളരെ മോശപ്പെട്ട, വൃത്തിഹീനമായിരിക്കുന്ന ഒരു മൃഗമായിട്ട് അടുത്ത ജന്മത്തിലുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ പ്രവൃത്തിക്കനുസരിച്ചുള്ള കർമ്മ എന്ന് പറയുന്ന പോലെ, കർമ്മ ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു എന്താണ് റീബർത്ത് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ പുനർജന്മമായിരിക്കും കിട്ടുന്നത് എന്നുള്ളത് വിശ്വസിക്കുന്നവരും ഇന്ന് ഭൂമിയിൽ ധാരാളം പേരുണ്ട്. And they believe that this process will continue for 7 times or 7 stages or 7 lives. അതായത് 7 പ്രാവശ്യം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് 7 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ പുനർജന്മം കിട്ടി 7 സ്റ്റേജുകളിലൂടെ വീണ്ടും ഓരോരോ സമയത്ത് ഓരോരുത്തരുമായിട്ട് മാറി വരുമെന്നാണ്. അങ്ങനെ 7 ലൈവ്സ് ഉണ്ട്, 7 ജീവൻ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹിന്ദു റിലീജിയൻ, ബുദ്ധിസം, and they all believe in this way. So the third group of people believe that there is an eternal life or eternal heaven and also an eternal hell. അല്ലേ, ഇപ്പം the Christianity is included in the third group. അതായത് ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് ചിന്തിക്കുന്ന വിധത്തിലാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി ചിന്തിക്കുന്നത് തന്നെയാണ്. ഓക്കെ, that we believe that we the redeemed people are destined to heaven. അല്ലേ, already there is a hell or eternal heaven, and also there is a eternal hell also. But we Christians, we people of God, believe always that there will be the people of God, the redeemed people will be for sure they will be going to the heavenly places or the eternal heaven or eternity, that we can call it as a eternity. നിത്യതയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതായിരിക്കുന്ന ചിന്തയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. So now let us see, how does the Bible describe the state of a Christian soul and spirit after death? ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ദേഹിയും ആത്മാവും എങ്ങനെയാണ് ബൈബിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, മരണത്തിന് ശേഷമായിട്ട് എങ്ങോട്ട് പോകുന്നു? അപ്പം നമുക്കതിൽ പ്രത്യാശ തരുന്ന ഒരു വിഷയമാണ്. ഓക്കെ, സോ ദിസ് ടോപ്പിക് ഈസ് ഗിവിംഗ് us a hope. How does the Bible describe about the state of a Christian soul and spirit after death? Okay, so we will have to read some of the verses to know about the place where the spirit of a repentant person or the redeemed person or redeemed believer goes after death. So we will go to Luke chapter 16. So we don't have time to read the whole chapter, but at the same time I will give you some of the ideas about what it tells us about the bosom of Abraham. If you read Luke chapter 16, ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിനകത്ത് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്ന എന്താണ്, ലാസറസിൻ്റെയും ഒക്കെ മരണമാണ്. അല്ലേ, സോ വി റീഡ് അബൌട്ട് ലാസറസ് ഡൈഡ് ആൻഡ് ദ ഏഞ്ചൽസ് ടുക്ക് ഹിം ടു ദ ബോസം ഓഫ് എബ്രഹാം. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ദൂതന്മാർ വന്ന് എന്ത് ചെയ്തു, ലാസറിനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സോ വാട്ട് ഈസ് the bosom of Abraham? Bosom of Abraham is an allegorical term or a language. സാധാരണയായിട്ട് അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നത് കൊണ്ട് ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സെയിൻസ് അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ബിലീവേഴ്സ് വിശ്വസിച്ചിരുന്നത് bosom of Abraham is an allegorical term. Okay, so it is not actually the bosom of Abraham, but at the same time allegorically you can say that this is a wonderful place that the Old Testament saints, when they die, they believe that their spirits are going to the bosom of Abraham, because Abraham is known as the father of believers. വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആ അബ്രഹാമിൻ്റെ മടിയിലേക്കാണ്
നമ്മുടെ എല്ലാം പിതാവാകുന്ന ആ അബ്രഹാമിൻ്റെ മടിയിലേക്കാണ് ആമേൻ നമ്മുടെ ആത്മാക്കൾ മരണശേഷം പോകുന്നതെന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് എബ്രഹാംസ് ബോസം ഈസ് ഈക്വൽ ടു ദ എർത്ത്ലി പാരഡൈസ്. അതായത് ഈ ഭൂമിയിൽ ഉള്ളതായിരിക്കുന്ന ഒരു ഭൗമികമായിരിക്കുന്ന ഒരു പറുദീസയായിട്ട് അന്നത്തെ ആളുകൾ എബ്രഹാംസ് ബോസം അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടി എന്നുള്ള ആശയം കൊണ്ട് അവർ വിശ്വസിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. സോ ദിസ് ഈസ് വാട്ട് വി റീഡിങ് Luke chapter 16 about bosom of Abraham, അല്ലേ, അബ്രഹാമിൻ്റെ മടി. And also if you go to Acts chapter 7, so that also we are going to read. Okay, in Acts chapter 7 we read, during the time of martyrdom of Stephen, we know that Stephen was a martyr for Jesus Christ when he was preaching the gospel, and when he was preaching, many people stoned him and he was killed by those people. So in Acts chapter 7, പോസ്റ്റൽപ്രവൃത്തി 7-ാം അധ്യായത്തിനകത്ത് സ്തേഫാനോസിൻ്റെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ രക്തസാക്ഷിത്വ മരണത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. എന്താ അവിടെ സംഭവിച്ചത്? ദ ഹെവൻസ് വെർ ഓപ്പൺഡ് ആൻഡ് ഹി വാസ് ടേക്കൺ ടു പാരഡൈസ്, അല്ലേ. അന്ന് അവൻ സ്വർഗം തുറന്നു. ആ സ്റ്റീഫൻ എന്ത് ചെയ്തു? ആ പറുദീസിലേക്ക് എടുത്തു കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ആക്ട്സ് ചാപ്റ്റർ 7-ൽ വായിക്കുന്നത്. But at the same time, we need to read Luke chapter 23, verse 43. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. Jesus answered him, I tell you the truth, today you will be with me in paradise. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് സത്യമായിട്ട് നിന്നോട് ഞാൻ പറയുന്നു. Okay, what we read there, Jesus said to the criminal on the cross, okay, that wicked person, those who just accepted Jesus, to him he said that, truly I tell you today you will be with me in paradise. Okay, to the criminal on the cross, with him who believed in him, in Jesus Christ, okay, who believed in Jesus Christ, വിശ്വസിച്ച് അവനോട് എന്താ പറഞ്ഞത്? ട്രൂലി ഐ ടെൽ യു ദാറ്റ് യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ് ടുഡേ. ഓക്കെ, ആൻഡ് ഓൾസോ ഇൻ Ephesians chapter 4 verses 8 to 10, okay, we are not going to read that portion because we will have to read maybe later. So if you go to Ephesians chapter 4 verses 8 to 10, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 തൊട്ട് 10 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ we understand that paradise was underneath the earth till the time of crucifixion of Jesus Christ. അതായത് യേശുക്രിസ്തുവിൻ്റെ മരണസമയം വരെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയം വരെയും ഈ പാരഡൈസ് എന്ന് പറയുന്നത്, പറുദീസ എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് അടിയിലായിരുന്നു എന്നുള്ളത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 തൊട്ട് 10 വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പിന്നീട് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. At the same time, we will have to read Hebrews chapter 2 verses 14 and 15. Hebrews chapter 2 verses 14 and 15, that it says that Satan was holding the power of death and Hades, and he made the Old Testament saints as captives, right? Okay, Hebrews chapter 2 verses 14 and 15. Could you please read? Since the children have flesh and blood, he too shared in their humanity, so that by his death he might destroy him who holds the power of death, that is, the devil, and free those who all their lives were held in slavery by their fear of death. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. Amen. In Hebrews chapter 2 verses 14 and 15, it says that Satan was holding the power of death and Hades. എന്താണ്? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ഒക്കെ അധികാരം ആർക്കായിരുന്നു? ഒരു കാലത്ത് സാത്താനായിരുന്നു. And he made the Old Testament saints as captives. But in Revelation chapter 1 verse 18, നമ്മൾ എന്താ വായിക്കുന്ന അറിയാമോ? ഒരു സമയത്ത് സാത്താൻ ഈ അധികാരം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അധികാരം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. But in Revelation chapter 1 verse 18 clearly says that after his death, Jesus took the key of death and of the Hades. അല്ലേ? എന്താണ്?
തൻ്റെ മരണത്തിന് ശേഷമായിട്ട് കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോല് തൻ്റെ കൈവശമാക്കി മരണത്തിലൂടെ, ത്രൂ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. Amen. Through crucifixion of Jesus Christ, and death, he took the key of the death and of the Hades. Like, after his death, Jesus descended into the lower parts of the earth and he took all the people from there, the Old Testament saints. Okay, Old Testament saints from that paradise and placed them in the paradise above. അതായത് ഈ ഭൂമിക്കടിയിലുണ്ടായിരുന്ന ആ പാരഡൈസിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന ആ കൂട്ടത്തെ, അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസിനെ, അവരുടെ ആത്മാക്കളെ എന്ത് ചെയ്തു? അവിടെ ഇറങ്ങിച്ചെന്ന് അവിടെ നിന്ന് ആമേൻ മുകളിലേക്ക് ആ പാരഡൈസ് മാറ്റി അവിടെ ആക്കി എന്നുള്ളതായിരിക്കുന്ന ചിന്തയാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് ആമേൻ സാധിക്കുന്നത്. സോ വി വിൽ ഗോ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. So in that slide, we can see about another topic that we are going to discuss this evening time. Like, let's see what is heaven and what are the compartments of heaven. What is heaven and what are the compartments of heaven? Very quickly, we are going to go through this portion, and we will have to read the portion that I told you, just before that, we will have to read that portion, like the Ephesians chapter 4 verses 8 to 10. At the same time, let me give you some more explanation about this point. Okay? Like, what is heaven and what are the compartments of heaven? എന്താണ് സ്വർഗം എന്ന് പറയുന്നതും സ്വർഗത്തിൻ്റെ ഈ കമ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ലെയേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വിഭാഗങ്ങൾ ഏതെല്ലാം രീതിയിലാണ് സ്വർഗത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് as we try to find out the biblical explanation of the heaven and also the compartments of heaven, let me remind you something which we already discussed few minutes ago about the heaven. Actually, we already discussed about what happens to the body, soul, and the spirit of a person after the death. Okay, and it was on the basis of Hebrews chapter 2, 14 and 15, and Revelation chapter 1, verse 18. Okay, and from these verses we understand that the paradise was underneath the earth till the time of crucifixion of Jesus Christ. Satan was holding the power of death and Hades also. But after his death, Jesus descended to the lower parts of the earth and took the spirit of all the people, those who died before the resurrection of Jesus Christ. Like the Old Testament, the spirit of the Old Testament people, Old Testament saints, from that paradise and placed them into the paradise of above. Okay? To understand that matter, let us read maybe that verse, Ephesians chapter 4, verses 8 to 10. Ephesians chapter 4, verses 8 to 10. This is why it says, when he ascended on high, he led captives in his train and gave gifts to men. What does he ascended mean, except that he also descended to the lower earthly regions? He who descended is the very one who ascended higher than all the heavens in order to fill the whole universe. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നും വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവനും ആകുന്നു. Okay, so here very specifically we read that he who descended is the very one who ascended higher than all the heavens. Okay, എന്താണ്? അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതുകൊണ്ട് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? കയറി എന്നുള്ളത് കൊണ്ട് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവനും ആകുന്നു. ഒരു എന്താ പറയുക, പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടാൻ പറ്റാത്ത ഒരു സെൻറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നു. ബട്ട് പെർട്ടിക്കുലർലി ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് ഹി ഹു ഡിസെൻഡഡ് ഈസ് ദ വെരി വൺ ഹു അസെൻഡഡ് ഹയർ ദാൻ ഓൾ ദ ഹെവൻസ്. ഓക്കെ, അപ്പം this statement gives us one of the very important ideas of 3 layers of heaven. അതായത്
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി നമുക്ക് സ്വർഗത്തിന് 3 ലെയറുകളുണ്ട്, അല്ലെങ്കിൽ 3 വിധത്തിൽ നമുക്കതിനെ 3 എന്താ പറയുക ഡിവിഷൻസ് ആയിട്ട്, കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമെന്നുള്ളതിന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ദ പാരഡൈസ് ബിലോ ഈസ് ടോട്ടലി എംപ്റ്റി നൗ. The paradise below is totally empty now, because after the resurrection of Jesus Christ, the spirit of the believers is directly going to the paradise above. മേളിലുള്ളതായിരിക്കുന്ന പർദീസയിലേക്കാണ് പോകുന്നത്. And this is the present paradise where the dead believers are waiting for their resurrection. Okay, so if I ask you that how many heavens are mentioned there in the Bible, you may give me the different numbers, like someone may say there are 7 heavens, someone say there are 3 heavens, but most of you may say there is only 1 heaven, right? ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ സൺഡേ ബൈബിൾ സ്റ്റഡിയിൽ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Let us do one thing. Shall we read Genesis chapter 1 verse 1. Genesis chapter 1 verse 1. Yeah. In the beginning, God created the heavens and the earth. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. Very familiar verse. Okay. Well, very familiar verse of the Bible. Everyone knows. In the beginning, God created the heavens and the earth. Okay. One thing is very sure, there are more than 1 heavens, or you can say layers or levels of heaven. Okay. So mainly, we know the Hinduism or Islam and Babylonian people, those religions believes that there are 7 heavens, but in different levels. ഈ ഹിന്ദുക്കളും അതുപോലെ ഇസ്ലാം മതം, ബാബിലോണിയൻ മതം, ഇവരൊക്കെ വിശ്വസിക്കുന്നത് 7 സ്വർഗങ്ങളുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി the ancient Babylonian believed that the 7 heavens are associated with the moon, Mercury, Venus, Mars, Sun, Jupiter, and also the Saturn. ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 7 ഹെവൻസ് ഉണ്ടെന്നാണ് അവരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ബട്ട് ആസ് വി ആർ ദ ക്രിസ്ത്യൻസ്, we need to understand one thing. For Christianity, Bible gives us some ideas about the 3 levels or 3 layers of heaven. Very quickly, let's see what are those. ഒരു പെട്ടെന്ന് നമുക്ക് നോക്കാം ഏതെല്ലാം വിധത്തിലുള്ളതായിരിക്കുന്ന 3 ലേയേഴ്സ് ആണ് ഹെവന് ഉള്ളെന്നുള്ളത് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് ചിന്തിച്ചു പോകാം. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ആരോടും ചെന്ന് പറഞ്ഞേക്കല്ലേ സാംകുട്ടി പാസ്റ്റർ 3 സ്വർഗം ഉണ്ടെന്ന് പഠിപ്പിച്ചെന്ന് ആരോടും പറഞ്ഞേക്കല്ലേ. സ്വർഗം ഒന്നേ ഉള്ളൂ. ആരും തെറ്റിദ്ധരിക്കരുത്, ആരോടും ചെന്ന് പറയുകയും ചെയ്യല്ലേ. സ്വർഗം ഒന്നേ ഉള്ളൂ. There is only 1 heaven, but we can see 3 levels of heavens, 3 layers of heaven, or 3 compartments of heaven. Let's read 2 Corinthians chapter 12 verse 2. 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കാം. I know a man in Christ who 14 years ago was caught up to the 3rd heaven. Whether it was in the body or out of the body, I do not know. God knows. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. Okay. Actually, here in this particular verse, Apostle Paul is speaking about himself, that he was taken up to the 3rd heaven. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൗലോസ് എന്ത് ചെയ്തു? ഒരു 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അനുഭവത്തെക്കുറിച്ച് ഈ വാക്യത്തെ സംസാരിക്കുന്നുണ്ട്. Which shows there are multiple heavens, at least 3 levels. Okay. ഇപ്പം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ബിബ്ലിക്കലി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? 3 ലെവൽസ്, കുറഞ്ഞത് 3 ലെവൽസ് ഉണ്ട്. 3 ഡിവിഷൻസ് അല്ലെങ്കിൽ 3 കമ്പാർട്ട്മെന്റ്സ് ഉള്ളതായിട്ട്, 3 ലെയേഴ്സ് ഉള്ളതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇറ്റ് മേ ബി കൗണ്ടഡ് ആസ് 1 heaven, but 3 realms or 3 levels. Okay, so let us read Psalm number 33 verse 6 also. By the word of the Lord were the heavens made, their starry hosts by the breath of his mouth. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. Okay, again it says that by the word of the Lord the heavens were made. അല്ലേ? യഹോവയുടെ ശ്വാസത്താൽ എന്ത് സംഭവിച്ചു?
ആകാശങ്ങളിലെ അല്ലെങ്കിൽ സ്വർഗങ്ങളിലെ എന്നല്ലേ, ഹെവൻസ് ആണ് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ ഹെവൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും അത് സത്യമാണ്. ഉം? എന്താണ് ഏ? സ്വർഗങ്ങളിലെ അല്ലെങ്കിൽ ആകാശങ്ങളിലെ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ let's see which are the three levels of heaven mentioned in the Bible. So if you go to the next slide, you can see that the first one is the immediate atmosphere of the earth. അതായത് നമുക്ക് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ മുകളിൽ കാണുന്നതായിരിക്കുന്ന ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കുന്ന സ്കൈയെ കുറിച്ചാണ് ഒന്നാമത് പറയാൻ സാധിക്കുന്നത്. ബൈബിളിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രമേ നമ്മൾ വായിക്കത്തുള്ളൂ. അതായത് ദിസ് ഈസ് കോൾഡ് ദ ഫെർമമെന്റ് ഓർ ദി അറ്റ്മോസ്ഫിയർ ഓഫ് ദി എർത്ത് വിച്ച് ഈസ് ദ ഇമ്മീഡിയറ്റ് സ്കൈ. പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ആകാശം അല്ലെങ്കിൽ എന്താണ് സ്കൈ, അതാണ് നമ്മൾ കാണുന്ന ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത്, ദ ഇമ്മീഡിയറ്റ് അറ്റ്മോസ്ഫിയർ ഓഫ് ദി എർത്ത്. യു ക്യാൻ സീ വേർ വി സീ ദ ബേർഡ്സ് ഓഫ് ദ ഹെവൻ ആൻഡ് ഓൾസോ ദ ഈഗിൾസ് ഓഫ് ഹെവൻ. അതായത് ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 19 വായിക്കണം. ജെനസിസ് chapter 2 verse 19. Then after that we will read Lamentation chapter 4 verse 19 also. So we will be skipping some of the verses because of the lack of time. So let's very quickly go to Genesis chapter 2 verse 19. Now the Lord God had formed out of the ground all the beasts of the field and all the birds of the air. He brought them to man to see what he would name them. And whatever the man called each living creature, that was its. അതാണ് master. Thank you. Good. Yeah. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് ആകാശത്തിലെ എല്ലാ പറവകളെയും നമ്മൾ ആ ഒരു ഭാഗം മാത്രം എടുക്കാൻ വേണ്ടി വായിക്കുന്നതേ ഉള്ളൂ, എല്ലാം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ബേർഡ്സ് ഓഫ് ദ ഹെവൻ ഓർ ബേർഡ്സ് ഓഫ് ദ സ്കൈ, ഓക്കെ, അതാണ് ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലെമന്റേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 19, ആദ്യം നമ്മൾ കാണുന്നത് ബേർഡ്സ് ഓഫ് ദ ഹെവൻ ആണ്, അതായത് പറവകൾ, പക്ഷികൾ. ഓക്കെ, ലെമന്റേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 19. Our pursuers were swifter than eagles in the sky. They chased us over the mountain and lay in wait for us in the desert. ഞങ്ങളെ പിന്തുടർന്നവർ ആകാശത്തിലെ കഴുക്കളിലും വേഗമുള്ളവർ. ഓക്കെ, ആകാശത്തിലെ അല്ലെങ്കിൽ ഈഗിൾസ് ഓഫ് സ്കൈ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ, ലെമന്റേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 9. അപ്പോൾ ഈ ആകാശത്തിൽ എന്തൊക്കെയുണ്ട്? ബേർഡ്സ് ആൻഡ് ഈഗിൾസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, സോ ഇറ്റ് ഈസ് അവർ അറ്റ്മോസ്ഫിയർ ദാറ്റ് സറൗണ്ട്സ് ദി എർത്ത്. അതായത് ഈ ഭൂമിയെ ചുറ്റി നിൽക്കുന്നതായിരിക്കുന്ന ഒരു ആകാശവിധാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദ ഇമ്മീഡിയറ്റ് സ്കൈ, അതാണ് ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ഹെവൻ കൺസിസ്റ്റ് ഓഫ് ദി ക്ലൗഡ്സ് ആൻഡ് ദി അറ്റ്മോസ്ഫിയർ, ദ വിസിബിൾ ഹെവൻ എബോവ് us. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഈ ആകാശം, അതായത് ഒരു അറ്റ്മോസ്ഫിയർ കാണാം, ക്ലൗഡൊക്കെ കാണാം, അതാണ് ഒന്നാമത്തെ വിധാനം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ about this sky we read in Psalm number 78 verses 23 and 24. Let's read Psalm number 78 verses 23 and 24. Yet he gave a command to the sky above and opened the doors of the heavens. He rained down manna for the people to eat. He gave them the grain of heaven. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിലെ വാതിലുകളെ തുറന്നു. അവർക്ക് അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിലെ വാതിലുകളെ തുറന്നു. മേഘങ്ങളുടെ ആ വാതിലുകളെ തുറന്നു. എന്ത് കൊടുത്തു? ഗോഡ് പ്രൊവൈഡഡ് ഫുഡ് ആൻഡ് റെയിൻ, അല്ലെ, മഴയും ആഹാരവും കൊടുത്തു. ഇറ്റ് വാസ് ഫ്രം ദ ഫസ്റ്റ് ലെയർ ഓഫ് ഹെവൻ ദാറ്റ് ഗോഡ് പ്രൊവൈഡഡ് ഫുഡ് ആൻഡ് റെയിൻ. Okay, and the next one, Genesis chapter 7 verses 11 and 12. Genesis chapter 7 verses 11 and 12. In the 600th year of Noah's life, on the 17th day of the second month, on that day all the springs of the great deep burst forth, and the floodgates of heaven were opened. And rain fell on the earth 40 days and 40 nights. Okay, thank you. Yeah. നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്നു തന്നെ ആഴിയുടെ ഉറവുകളൊക്കെ പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. During the time of the flood, we know, during the time of the flood of Noah, the window, it is written, the windows of heaven were opened.
Okay, the windows of heaven were open, and the rain was on the earth for 40 days and 40 nights. And it was from this first level, the flood also, the rain also came upon the earth. Okay, so I think it is very clear about the first level of the heaven on the basis of these references. Okay, we will go to the next level of the heaven, that is known as the outer space. The outer space. So we are not going to read Jeremiah chapter 8 verse 2, but we will have to read Matthew chapter 24 verse 29. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം മാത്രമേ നമ്മൾ അവിടുന്ന് വായിക്കുന്നുള്ളൂ. ജെരമ്യായ 8-ന്റെ 2-ാം വാക്യം വായിക്കുന്നില്ല. വായിക്കാം. മാത്യു 24:29. Immediately after the distress of those days, the sun will be darkened, and the moon will not give its light. The stars will fall from the sky, and the heavenly bodies will be shaken. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. Okay, this is the second layer, the outer space. Just after the immediate atmosphere, or just after the immediate sky, you can see the outer space, which, in Jeremiah chapter 8 verse 2, and also in Matthew chapter 24 verse 29, we are reading about that. എന്താണ് വായിക്കുന്നത്? The second layer is the starry. Okay, starry. You can see that the starry heaven, where our atmosphere ends. നമുക്ക് കാണാൻ പറ്റുന്ന ഈ അറ്റ്മോസ്ഫിയർ എൻഡ് ആയി കഴിയുമ്പോൾ അതിനപ്പുറത്തേക്കുള്ളതായിരിക്കുന്ന ഒരു ഹെവൻലി പ്ലേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, മലയാളത്തിൽ വിളിക്കുകയാണെങ്കിൽ നക്ഷത്രങ്ങളെ കൊണ്ട് നിബിഡമായിരിക്കുന്ന, നക്ഷത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആകാശത്തെക്കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, പക്ഷെ അത് നിൽക്കുന്നത് ഈ ഇമ്മീഡിയറ്റ് സ്കൈയിലല്ല, അതിന് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ പ്രഭ മൂലമാണ് നമുക്ക് താഴോട്ട് ഇത്രയെങ്കിലും ചെറുതായിട്ടെങ്കിലും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് അത്രയും മനസ്സിലാക്കാം. സോ വി can call it as the celestial heaven. It is the heaven in which the sun, moon and stars are fixed in the orbit. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ ആകാശത്തിൽ വിരിച്ചിട്ടിരിക്കുന്നു, നക്ഷത്രങ്ങളെ വിരിച്ചിട്ടിരിക്കുന്നുവെന്ന് നമ്മൾ ബൈബിളിലൊക്കെ പല വാക്യങ്ങളും വായിക്കുന്നത് കൊണ്ട് അതെല്ലാം അർത്ഥമാക്കുന്നത്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ലെയർ, ആൻഡ് ദാറ്റ് ഈസ് ദ starry heaven. യു ക്യാൻ സേ നക്ഷത്ര നിബിഡമായിരിക്കുന്ന ഒരു ആകാശത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഈവൻ ഇൻ സാം നമ്പർ 19 verse 1 ഓൾസോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ദ ഹെവൻസ് ഡിക്ലെയർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, അല്ലേ? ആൻഡ് ദ ഫെർമനന്റ് ഷോസ് ഹിസ് ഹാൻഡി വർക്ക്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം ദൈവത്തിൻ്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു. അങ്ങനെയാണ് വാക്യം, അല്ലേ? സാം നമ്പർ 19 verse 1, അല്ലേ? അപ്പം ഹെവൻസ് ഡിക്ലെയേഴ്സ്, അല്ലേ? ഹെവൻ ഡിക്ലെയേഴ്സ് എന്നല്ല, ഹെവൻസ്. ഓക്കെ, ആകാശങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം ദൈവത്തിന്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു. അത് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. വി വിൽ ഗോ ടു ദ തേർഡ് ലെവൽ ഓഫ് ദി ഹെവൻ, ദാറ്റ് ഈസ് നോൺ ആസ് ദ ഹെവൻ ഓഫ് ഹെവൻസ്. അതായത് സ്വർഗാദി സ്വർഗം, അതായത് സ്വർഗങ്ങൾക്കും മീതെയുള്ള സ്വർഗം. ഓക്കെ, ദിസ് ഇസ് വേർ ഗോഡ് ആൻഡ് ഹിസ് ഏഞ്ചൽസ് ഡ്വെൽസ്. അതായത് ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരും വസിക്കുന്ന സ്ഥലമാണ് ഈ ഹെവൻ ഓഫ് ഹെവൻസ് എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്നു. അതായത് സ്വർഗാദി സ്വർഗം, അല്ലെങ്കിൽ സ്വർഗങ്ങൾക്ക് മീതെയുള്ള സ്വർഗം, ഏറ്റവും മുകളിലുള്ള സ്വർഗം. വായിക്കാം. Deuteronomy chapter 10 verse 14. Deuteronomy chapter 10 verse 14. To the Lord your God belongs the heavens, even the highest heavens, the earth and everything in it. The highest heaven. വായിച്ചു മലയാളം. സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും സ്വർഗവും സ്വർഗാദി സ്വർഗവും. ഞാൻ ആ വാക്ക് മാത്രം എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സ്വർഗവും സ്വർഗാദി സ്വർഗവും. അഗെയിൻ സാം നമ്പർ 115 verse 16 also. Psalm number 115 verse 16. Yeah. The highest heavens belong to the Lord, but the earth he has given to man. Yes, the highest heaven belongs to God, but the earth is given for man. Okay. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. കണ്ടോ, ഇംഗ്ലീഷ് വായിച്ചത് എന്താണ്? ദ ഹയസ്റ്റ് ഹെവൻ, അല്ലേ? അപ്പം സ്വർഗാദി സ്വർഗം, ഏറ്റവും ഉന്നതങ്ങളുള്ളതായിരിക്കുന്ന സ്വർഗം ആരുടെയാണ്?
ദൈവത്തിൻ്റെതാണ്, എന്നാൽ ഈ ഭൂമിയെ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തീരുന്നില്ലല്ലോ, നമ്മളെ എന്ത് ചെയ്യാണ്, ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ കർത്താവ് ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? നമ്മുടെ വിശ്വാസം അതാണ്. നമ്മൾ ഈ ഭൂമിയിൽ എല്ലാ കാലത്തും കഴിയേണ്ടവരല്ല. ഇവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും നമ്മുടെ അകത്തുള്ളതായിരിക്കുന്ന ആ ഹോപ്പ് എന്താണെന്നറിയാമോ? നമ്മളെ ഒരു ദിവസം നമ്മുടെ കർത്താവ് ഇവിടെ വന്ന് നമ്മളെ കൊണ്ട് ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ സ്വർഗാദി സ്വർഗം എന്ന് പറയുന്ന ആ അനുഭവത്തിലേക്ക് നമ്മളും കൂടെ ചെല്ലുന്ന ഒരു അനുഭവമുണ്ട് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. സോ ദ തേർഡ് ഹെവൻ ഇസ് ബിയോണ്ട് ദ സ്പേസ് ആൻഡ് സ്റ്റാർസ്. ഈ സ്പേസിൻ്റെയും ഈ സ്റ്റാർസിൻ്റെയൊക്കെ ഏറ്റവും മുകളിലായിട്ടുള്ളതായിരിക്കുന്ന, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന, ബ്ലെസ്ഡ് ആയിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഹെവനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദിസ് ഹെവൻ ഈസ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ്, to which Paul was taken, which is mentioned in 2 Corinthians chapter 12 verse 2. I think it is very clear. So these are the biblical explanations about the heaven and the compartments of 3 layers of heaven, and we will learn about heaven in more detail sometimes while we maybe study the remaining portions of the book of Revelation. So this is the end of this portion, and now we are going to study from Revelation chapter 5. Revelation chapter 5. We will just start with Revelation chapter 5, and we'll continue if God allows and if God permits in the next class. So few weeks ago we completed the study of chapter 4 of the book of Revelation. Okay, but now we will be studying from chapter 5. But just before that, let me tell you some similarities between chapter 4 and chapter 5 for your more understanding of the topics of chapter 5. അഞ്ചാമത്തെ അധ്യായം തൊട്ട് ഒത്തിരി എന്താ പറയുന്നത്, ഇച്ചിരി ഗഹനമായിരിക്കുന്ന പോർഷൻസ് ആണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 5ഉം തമ്മിലുള്ളതായിരിക്കുന്ന ഒരു ചെറിയ സിമിലാരിറ്റി പെട്ടെന്ന് നിങ്ങൾ അത് ഒരു പക്ഷേ എഴുതിയെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത്രയും ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടോ എല്ലാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് അത് നോട്ട് ചെയ്യാനായിട്ട് വെക്കും. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടത്തേ ഉള്ളൂ, ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. So chapter 4 and chapter 5 of Revelation, the first similarity is all the creatures worship God as the creator. അതായത് 4ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എല്ലാ ക്രിയേച്ചേഴ്സും എന്ത് ചെയ്യുന്നു, ദൈവത്തെ ഒരു 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 സൃഷ്ടിതാവിനെ പോലെ ആരാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ബട്ട് ഇൻ ചാപ്റ്റർ 5 all the creatures worship God as a redeemer. എല്ലാ സൃഷ്ടികളും എന്ത് ചെയ്യുന്നു, ജീവികൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്, എല്ലാ ജീവികളും എന്ത് ചെയ്യുന്നു, ദൈവത്തെ ഒരു റെഡീമറായിട്ട് ആരാധിക്കുന്നു. But the second similarity is John saw the throne of God, but in chapter 5 we see John is watching the scroll which is in the hand, in the right hand of God. അതായത് 4ാം അധ്യായത്തിൽ യോഹന്നാൻ എന്ത് കണ്ടു, ഒരു സിംഹാസനം കണ്ടു എന്നാണ്, ദൈവത്തിൻ്റെ സിംഹാസനത്തെ കണ്ടു. പക്ഷെ 5ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ കാണുന്ന എന്താണ്, ആ സിംഹാസനത്തിലിരിക്കുന്ന ആ ദൈവത്തിൻ്റെ വലങ്കയിൽ എന്തിരിക്കുന്നു, ഒരു ബുക്ക് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചുരുളിരിക്കുന്നു, ഒരു പുസ്തകം ഇരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. At the same time, the third similarity between chapter 4 and 5 is in chapter 4, which explains about the throne of God. ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ചാണ് 4ാമത്തെ അധ്യായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, chapter 5 is explaining about Jesus, the slayed lamb of God, അല്ലെങ്കിൽ എന്താണ്, തകർക്കപ്പെട്ടതായിരിക്കുന്ന, അറുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കുഞ്ഞാടിനെയാണ് നമുക്ക് 5ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് സിമിലാരിറ്റി ഓഫ് chapter 4 and chapter 5 is in chapter 4 Almighty God sitting on the throne. സർവശക്തനായ ദൈവം എവിടെ ഇരിക്കുന്നു, ഒരു സിംഹാസനത്തിലിരിക്കുന്നു. ആൻഡ് ദ 4 living creatures, 4 ജീവികളുണ്ട്. ആൻഡ് 24 elders worship God. ഇവരെല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നു, 24 എൽഡേഴ്സും കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ചയാണ് ചാപ്റ്റർ 4ൽ കാണുന്നതെങ്കിൽ in chapter 5 we see God is sitting on the throne with a sealed book. ദൈവം എവിടെ ഇരിക്കുന്നു, എന്താണ്, സിംഹാസനത്തിലിരിക്കുന്നു. ആ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിൻ്റെ കയ്യിൽ എന്തിരിക്കുന്നു, സീൽ ചെയ്തിരിക്കുന്ന, മുദ്ര വെച്ചിരിക്കുന്ന ഒരു പുസ്തകം ഇരിക്കുന്നു. ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ത്രോൺ എ ലാംബ് വിച്ച് ഈസ് ലെയ്ഡ്. അതായത് ആ സിംഹാസനത്തിന് തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ, അറക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കുഞ്ഞാടിനെയും കൂടെ നമ്മൾ 5ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്.
Okay, so we are going to enter into chapter 5 now. So as we study from the chapter 5, I told you in the beginning itself that we won't be able to focus on each verses. ഓരോ വാക്യങ്ങളും എടുത്തെടുത്ത് പറയാനായിട്ട് ഒരു പക്ഷെ നമുക്ക് സമയം കിട്ടത്തില്ലായിരിക്കും. But we will try to pick some of the necessary topics from each chapter and we will move on. Okay. At the same time, we will try to cover most of the verses. എല്ലാ വാക്യങ്ങളും പറയാൻ ഒക്കത്തില്ലെങ്കിലും എല്ലാ വാക്യങ്ങളും നമ്മൾ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രം ഓർത്തിരിക്കുക. സോ ലെറ്റ് us read maybe chapter 5 verses 1 to 4. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. Then I saw in the right hand of him who sat on the throne a scroll with writing on both sides and sealed with 7 seals. And I saw a mighty angels proclaiming in a loud voice, "Who is worthy to break the seals and open the scroll?" But no one in heaven or on earth or under the earth could open the scroll or even look inside it. I wept and wept because no one was found who was worthy to open the scroll or look inside. Then one of the elders said to me, "Do not weep. See, the Lion of the tribe of Judah, the root of David, has triumphed. He is able to open the scroll and its 7 seals." ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. Okay, so we don't have time to explain all those 4 verses. At least we will go to the first verse. First verse എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടിട്ടുള്ള ഒരു പുസ്തകം കണ്ടു. ഓക്കെ, ദ സീൽഡ് സ്ക്രോൾ ഓർ ദ ബുക്ക്. ഓക്കെ, അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നതായിരിക്കുന്ന കാഴ്ച എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ കയ്യിൽ എന്തിരിക്കുന്നു? കർത്താവിൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായിരിക്കുന്ന ഒരു പുസ്തകം ഇരിക്കുന്നു. ഓക്കെ, സോ ദ സ്ക്രോൾ ഈസ് ഇൻ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഈ പുസ്തകം കാണുമ്പോൾ തന്നെ അത് എവിടെ ഇരിക്കുന്നു? ദ സ്ക്രോൾ ഓർ ദ ബുക്ക് ഈസ് ഇൻ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. ഈ ചുരുളിരിക്കുന്നത്, ഈ പുസ്തകം ഇരിക്കുന്നത് കർത്താവിൻ്റെ വലത് കൈയിലാണ്. വിച്ച് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്ക്രോൾ. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ആ പുസ്തകം, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ആ എഴുതപ്പെട്ടിരിക്കുന്ന ചുരുൾ എന്നുള്ളതാണ് റൈറ്റ് ഹാൻഡിൽ ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം. ആൻഡ് ഓൾസോ വിച്ച് ഷോസ് ദ സ്ട്രെങ്ത് ഓഫ് ഗോഡ് ഇൻ ഹൂസ് ഹാൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ്. ആരുടെ കയ്യിലാണോ ഈ ചുരുളിരിക്കുന്നത്, ആ ഇരിക്കുന്ന വ്യക്തിയുടെ പ്രാധാന്യത, ആ വ്യക്തിയുടെ സ്ട്രെങ്ത്, ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര സ്ട്രോങ് ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സർവ്വ അധികാരത്തെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ സർവശക്തനായ ദൈവത്തെ റൈറ്റ് ഹാൻഡിനെ കുറിച്ചാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സോ വൈ ഇറ്റ് ഈസ് റിട്ടൺ ദ സ്ക്രോൾ ഈസ് ഇൻ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്? Because that shows the importance of the scroll. Something very secret, something very mystery, included many mysteries in the scroll. And also it shows the strength of God in whose hand it is already placed. And the second point is the scroll written inside and on the back. അതായത് ഈ പുസ്തകത്തിൻ്റെ അകത്തും പുറത്തും എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഈ പുസ്തകത്തിൻ്റെ അകത്തും പുറത്തും എഴുതിയിട്ടുണ്ട്. ദ സ്ക്രോൾ ഓർ ദ ബുക്ക് റിട്ടൺ ഇൻസൈഡ് ആൻഡ് ഓൺ ദ ബാക്ക് സൈഡ്. ഓക്കെ, റിട്ടൺ ബോത്ത് സൈഡ് ഓഫ് ദ പേപ്പർ. വൈ? ഇറ്റ് കുഡ് ബി മെയിൻലി ബിക്കോസ് ഓഫ് 2 reasons. 2 കാരണങ്ങൾ കൊണ്ടായിരിക്കണം ഈ പുസ്തകത്തിൻ്റെ അകത്തും പുറത്തും എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇൻ ദി ഓൾഡൻ ഡേയ്സ് പീപ്പിൾ വർ യൂസിങ് ദ സ്കിൻ ഓഫ് ആനിമൽസ് ആൻഡ് ദ സ്ക്രോൾ മെയ്ഡ് ഔട്ട് ഓഫ് ദ പ്ലാന്റ് കോൾഡ് പാപ്പിറസ്. പാപ്പിറസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ, ഒരു സസ്യത്തിൻ്റെ അതിൽ നിന്നും എടുക്കുന്നതായിരിക്കുന്ന ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ടും, അല്ലെങ്കിൽ സ്കിൻ ഓഫ് ദി ആനിമൽസ്, അതായത് മൃഗങ്ങളുടെ തോലുകൊണ്ടുമൊക്കെ ഉള്ളതായിരിക്കുന്ന ചുരുളുകളിലാണ് ഓൾഡൻ ഡേയ്സിലെ ആളുകൾ ഈ വാക്കുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു സിസ്റ്റമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ബിക്കോസ് ദർ വാസ് നോ പേപ്പർ ടു റൈറ്റ് ആസ് വി ഹാവ് നൗ. ഓക്കെ, നമുക്ക് എഴുതാനായിട്ട് പേപ്പറുകളുണ്ട്, പക്ഷെ അന്നത്തെ കാലത്ത് എന്തില്ല?
പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള രീതികളിലാണ് അവർ എഴുതാൻ തുടങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ബട്ട് ബോത്ത് ഓഫ് ദി സ്ക്രോൾസ് വെർ സോ കോസ്റ്റ്ലി, സോ പീപ്പിൾ ടു യൂസ് ബോത്ത് സൈഡ് ഫോർ റൈറ്റിംഗ്. എന്താണ് ഈ സ്ക്രോളുകൾ ഉണ്ടല്ലോ, അന്ന് ഉണ്ടാക്കിയിരുന്ന സ്ക്രോളുകൾ വളരെ വിലപ്പെട്ടതായിരുന്നു, കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, സോ കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒട്ടും വേസ്റ്റ് ആക്കാതിരിക്കാനായിട്ട് ഈ സ്ക്രോളിൻ്റെ രണ്ട് സൈഡിലും അവർ എഴുതും. ഇപ്പം നമ്മൾ എഴുതുന്ന മിക്കവാറും ഒക്കെ പേപ്പറുകളൊക്കെ നമ്മൾ ഒരു സൈഡ് എഴുതി അങ്ങ് വിടത്തേ ഉള്ളൂ. പക്ഷെ അതേസമയം അന്നത്തെ കാലഘട്ടത്തിൽ ആ സ്ക്രോളിനകത്ത്, ആ ചുരുളിനകത്ത് രണ്ട് സൈഡിലും എഴുതും, കാരണം അത്രയും കോസ്റ്റ്ലി ആയിരുന്നു. The second reason is in Revelation chapter 22 verses 18 and 19. We will read that portion and we will pray and conclude our session this evening time. Revelation chapter 22 verses 18 and 19. I warn everyone who hears the words of the prophecy of this book. If anyone adds anything to them, God will add to him the plagues described in this book. And if anyone takes words away from this book of prophecy, God will take away from him his share in the tree of life and in the holy city, which are described in this book. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. What is the second reason? It is written both inside and outside. പുറത്തും അകത്തും എഴുതി ഫില്ല് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതിന് അർത്ഥം എന്താണെന്നറിയാമോ? ഇതിനകത്തുനിന്ന് nobody can add or reduce or take away anything into the word of God. ആർക്കും ഇതിനോട് എന്തെങ്കിലും ഒന്ന് എഴുതി ചേർക്കാനായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും സാധിക്കരുത്. കാരണം ഇതിനകത്തേക്ക് ആർക്കും എഴുതാനുള്ള അധികാരമില്ല. ഇത് കർത്താവിന് മാത്രമുള്ള അധികാരമാണ്. ഈ പ്രവചന പുസ്തകത്തിനകത്തേക്ക് ഒന്നും എഴുതി ചേർക്കാനുള്ള സ്ഥലം വിടാതെ അകത്തും പുറത്തും എഴുതി ചേർത്തിരിക്കുകയാണ്. കാരണം ഇനി ആർക്കും ഇതിനകത്ത് ആഡ് ചെയ്യാനൊക്കത്തില്ല, അതുപോലെ തന്നെ ഇതിനകത്തുനിന്നൊന്നും എടുത്തു മാറ്റാനും ഒക്കത്തില്ല. Okay, nobody can add or reduce anything into the word of God, and the word of God is perfect. അതിൻ്റെ അർത്ഥം അതാണ്. The word of God is perfect. So there is nothing to add and there is nothing to take away from the word of God. And as we see the scroll written both sides shows there is no space to add anything afterwards. Okay, ഇനി ആർക്കും ഒന്നും ഇതിനകത്ത് എഴുതി ചേർക്കാൻ കഴിയാതെ വണ്ണം ഫുള്ളായിട്ട് എഴുതി തീർത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. So we've been able to go through at least chapter 5 verse 1, and we will discuss about all these things in the next class and continue in the next class. So let us all pray in the presence of God. Let's all close our eyes in the presence of God and